സീതാപൂരിൽ അജ്ഞാത വാഹനമിടിച്ച് 3 പേർ മരണപ്പെട്ടിരിക്കുന്നു. ആരായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്? എന്തായിരുന്നു ആ അപകടത്തിന് പിന്നിലെ ഉദ്ദേശം? ആ അപകടം ആസൂത്രിതമോ അതോ അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരു വാഹനാപകടമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ് ഈ അപകടം. ഉത്തർപ്രദേശിലെ സീതാപൂരിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. രാംപൂർ മധുര പ്രദേശത്തെ ബസുര ഗ്രാമത്തിലായിരുന്നു ബന്ധുക്കളായ ഗോലു, കുൽദീപ്, സുജിത് എന്നിവർ താമസിച്ചിരുന്നത്. അപകടം നടന്ന അന്നേ ദിവസം ഇവർ 3 പേരും ചേർന്ന് ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോവുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിലായിരുന്നു ഇവർ 3 പേരും യാത്ര ചെയ്തിരുന്നത്. യാത്രക്കിടയിൽ പെട്ടെന്നായിരുന്നു ഒരു അജ്ഞാത വാഹനം അവരുടെ മോട്ടോർ സൈക്കിളിന് പിന്നിലിടിക്കുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ അവർ 3 പേരും മോട്ടോർ സൈക്കിളിൽ നിന്ന് തെറിച്ചു വീണു. 3 പേരുടെയും തലയ്ക്കും മുഖത്തിനുമടക്കം ഗുരുതരമായി പരിക്കേറ്റു. അവരെ ഇടിച്ച അജ്ഞാത വാഹനമാകട്ടെ നിർത്താതെ പോവുകയും ചെയ്തു. അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി 3 പേരെയും രാംപൂർ മധുരയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചെങ്കിലും അല്പസമയം കൊണ്ട് തന്നെ അവർ 3 പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. രാംപൂർ മധുര സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാമു കനോജിയ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. रात करीब 8:30 बजे 3 लड़के मोटरसाइकिल पर सवार एक बारात में ग्राम विशेषर थाना रामपुर मथुरा जा रहे थे। गांव के पहले ही महमूदाबाद रामपुर मथुरा मुख्य मार्ग पर एक ट्रैक्टर ट्राली से टकरा जाने के कारण तीनों गंभीर रूप से घायल हो गए। तीनों को गंभीर घायल अवस्था में सीएचसी रामपुर मथुरा तत्काल भेजा गया, जहां डॉक्टरों द्वारा उन्हें मृत्यु घोषित कर दिया गया है। ट्रैक्टर ट्राली कब्जा पुलिस में ले लिया गया है और तहरीर लेकर आवश्यक विधिक कार्रवाई की जा रही है। कानून व्यवस्था की कोई समस्या नहीं है। പൊതുവെ വാഹനാപകടങ്ങളൊക്കെ സംഭവിച്ചാൽ ഇടിച്ച വാഹനം നിർത്തി അപകടം പറ്റിയവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാറാണ് പതിവ്. വളരെ ചില കേസുകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാതെ വരാറുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. അജ്ഞാത വാഹനം എന്തുകൊണ്ട് നിർത്താതെ പോയി എന്ന ചോദ്യമാണ് ഇവിടെ സ്വാഭാവികമായൊരു വാഹനാപകടമാണോ എന്ന സംശയം വർദ്ധിപ്പിക്കുന്നത്. മരണപ്പെട്ട 3 പേർക്കും എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതടക്കം ഇനി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. നിലവിൽ 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അജ്ഞാത വാഹനം കണ്ടെത്താനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.